ഇടുക്കി പുല്ലുപാറയിൽ തഞ്ചാവൂർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചു. 24 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പുലർച്ചെ 6:30യോടെയാണ് അപകടമുണ്ടായത്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ KSRTC ബസ് തിരിച്ചു മടങ്ങുന്നതിനിടെ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിലുള്ള പുല്ലപ്പാറയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ചെങ്കുത്തായ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 3 KSRTC ജീവനക്കാരുൾപ്പെടെ 37 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. പരുക്കേറ്റ് 21 പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരുക്കേറ്റ് 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. ഒരാൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കാര്യം. അതിന്റെ അനന്തര നടപടികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ആശുപത്രിയിൽ ഉറപ്പാക്കിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ 4 പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം റോഡിന്റെയും ക്രാഷ് ബാരിക്കേഡുകളുടെയും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വാഹന ഡ്രൈവർമാരും രംഗത്തെത്തി. ഒരു പൊറോട്ടയെക്കാളും വലിപ്പത്തിൽ ഒരു പൊറോട്ട കൂടി വന്ന് അങ്ങേറ്റം ഒരു പൊറോട്ടയുടെ വലിപ്പത്തിലാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. അത് വണ്ടി അതാ തട്ടി നിൽക്കേണ്ടതാണ്. പക്ഷേ ഒരു പൊറോട്ടയുടെ വലിപ്പത്തിൽ മാത്രമാണ് അവരിപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചേർക്കാറ് മതിയില്ല. അത് നോക്കാനും ആളില്ല, നോക്കാനാവുന്നെങ്കിൽ പോലും അവർ കാശ് മേടിച്ച് തീർക്കുമെന്നാണ് ഞാൻ തോന്നുന്നത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 5-ാം തീയതി പുലർച്ചെയാണ് KSRTC ബസ്സിൽ തീർത്ഥാടന യാത്രയ്ക്ക് 34 പേരുടെ സംഘം മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ടത്. ജനം, ഇടുക്കി.